മഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ തന്നെയാണ്. വെള്ളം കിട്ടുകയാണെങ്കിൽ ദൈവാധീനം, അല്ലെങ്കിൽ പിന്നെ വെള്ളവും ചുമന്നുകൊണ്ട് വരേണ്ടി വരും. ഒരു ദിവസം രാത്രി നമ്മൾ ബക്കറ്റിൽ വെള്ളം കളയാൻ മടിച്ച ഇതാണ്, ഐസാവും. പിന്നെ അതെല്ലാം ചവിട്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. എന്നാലും ഒരു ബക്കറ്റിലൊക്കെ ഐസ് പിടിച്ചിരിക്കും. പിന്നെ ഇപ്പം ആദ്യം താറാവിൽ നിന്ന് തുടങ്ങാം. താറാവിൻ്റെ പാത്രങ്ങളെല്ലാം ചവിട്ടി ഐസെല്ലാം പൊട്ടിച്ച് അതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് തീറ്റയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താറാവിൻ്റെ പണി തീരും. ഇവർ ഈ കൂട്ടിൽ തന്നെ നിൽക്കുകയുള്ളൂ, പുറത്തോട്ടങ്ങ് അധികം ഇറങ്ങിയൊന്നുമില്ല ഇത്രയും തണുപ്പാകുമ്പോൾ. പിന്നെ ഇനി അടുത്ത ആടിൻ്റെ അടുത്ത് പോകണം. അവർക്കുള്ള പുല്ലും കൂടെ എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അവർ തുറന്നു വിട്ടേക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞാടുകളല്ലേ. ഈ ആട്ടിൻകുട്ടികളെല്ലാം ഒരു കൊച്ചു പട്ടിക്കുട്ടിയുടെയൊക്കെ അത്രയല്ലേ ഉള്ളൂ. അപ്പം മഞ്ഞിൽ മുങ്ങിപ്പോയാൽ എനിക്കറിയാൻ പറ്റില്ല. വീട് കുറച്ച് ദൂരമല്ലേ, അപ്പോൾ എപ്പോഴും വന്ന് നോക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഇങ്ങനെ തുറന്നു വിടാൻ പറ്റില്ല. ഞാൻ അടച്ചിട്ടേച്ച് തന്നെ പോവും. ഇടയ്ക്കൊക്കെ വന്ന് വെള്ളം മാറ്റി വെച്ച് കൊടുക്കും. വെള്ളം എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഐസായി പോവും. ഹീറ്റർ വെക്കുന്നതിനേക്കാളും ഇടയ്ക്കിടയ്ക്ക് വരുന്നതല്ലേ നല്ലത്. പിന്നെ ഇതേ പുല്ലൊക്കെ അകത്ത് വെച്ച് കൊടുത്തു. ഇനി അടുത്ത് കോഴിയുടെ കാര്യവും കൂടെ നോക്കിയാൽ എൻ്റെ ജോലി തീർന്നു. കോഴി പക്ഷേ പുറത്തൊന്നും ഇറങ്ങില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് കൊടുത്താൽ അവർ അകത്തങ്ങ് ഇരുന്നോളൂ. ഇന്നത്തെ ജോലി കഴിഞ്ഞു, രാവിലത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ഒരു 2-3 പ്രാവശ്യം കൂടി വരേണ്ടി വരും. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.